400 കടന്നില്ലെങ്കിലും മോദിയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂവ് ദ നേഷൻ നടത്തിയ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ 2026 ജനുവരിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ BJP 352 സീറ്റ് നേടുമെന്നാണ് പറയുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് 282 സീറ്റ് നേടാൻ കഴിയും. അതായത് 272 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ BJPക്ക് ഒറ്റയ്ക്ക് കഴിയും. നേരത്തെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ഒക്കെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ NDA സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഇലക്ഷൻ നടന്നാൽ, തിരഞ്ഞെടുപ്പ് നടന്നാൽ അത് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയും എന്നാണ് മൂവ് ദ നേഷന്റെ റിപ്പോർട്ട് പറയുന്നത്. അതായത് മോദിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ കഴിഞ്ഞ തവണ ഈ മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. ആ ബ്രാൻഡിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വല്ലാത്തൊരു വിശ്വാസം ആയിരിക്കുന്നു എന്നാണ് സർവേ റിപ്പോർട്ട് പറയുന്നത്. അതായത് ആളുകളൊക്കെ പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശത്രുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഒരു കരുത്താർജിക്കാനും മുന്നോട്ട് പോകാനും ഇന്ത്യക്ക് കഴിഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ മോദിയുടെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ഈ വോട്ടർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂവ് ദ നേഷന്റെ സർവേയിൽ 58% മോദിയുടെ ഒരു പിന്തുണ. പക്ഷെ ഇത്തവണ അത് ഒരല്പം കുറഞ്ഞ 57% ആയെങ്കിലും ആളുകൾക്കെല്ലാം മോദി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹമാണ്. പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചിരുന്നു തിരിച്ചടി ഉടനെ നൽകണം എന്നുള്ളത്. ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതിൻ്റെ 100 ഇരട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭീകരർക്ക് മറുപടി നൽകിയത് എന്നതാണ് മോദിയുടെ ഈ പ്രഭാവം അല്ലെങ്കിൽ മോദിയുടെ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വളർത്തിയത്. ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് വോട്ട് ചോരി, ചോർച്ച നടത്തി അല്ലെങ്കിൽ വോട്ട് മോഷ്ടിക്കപ്പെട്ടു, അങ്ങനെയാണ് ഇവർ ജയിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങൾ കാര്യമായി എടുത്തത് പോലുമില്ല എന്നതാണ് സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതായത് ഈ ഇന്ത്യ സഖ്യം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്നതാണ്. ഒരു നേതൃപാഠവും ഇല്ലാത്ത ഒരാൾ നയിക്കുന്നത്. ഇപ്പോഴും കുട്ടിക്കളിയുമായി നടക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. നമ്മൾ റിപ്പബ്ലിക് ദിനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. 3ാമത്തെ റോയിൽ പോയിരുന്ന് ഇദ്ദേഹം മൊബൈൽ കളിക്കുകയാണ്. രാജ്യം വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ മുന്നേറുമ്പോൾ ഈ പല മേഖലയിലുള്ളവർ അവിടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇതൊന്നും തൻ്റെ രാജ്യമല്ല, തൻ്റെ രാജ്യം ഇറ്റലിയാണ്, ഇവിടെ എന്താഘോഷം നടന്നാലും തനിക്കതിലൊരു പങ്കുമില്ല അല്ലെങ്കിൽ താൻ അതിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി 3ാമത്തെ റോയിൽ ചെന്നിരുന്ന് മൊബൈൽ കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സർവേ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിയില്ല. അത് കൃത്യമായി ജനങ്ങൾ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ഇന്ത്യ സഖ്യത്തിനുണ്ടാകും. നമുക്കറിയാം ഈ താരിഫിന്റെ വിഷയത്തിലുമൊക്കെ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്നൊക്കെ പലരും പറഞ്ഞു. അപ്പോഴും നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും പറഞ്ഞു എത്രയൊക്കെ താരിഫ് കൂട്ടിയാലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്താൻ തൽക്കാലം ഞങ്ങളില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനൊക്കെ ആയി വലിയ കരാറുകൾ ഇന്ത്യ ഉണ്ടാക്കിയതും അത് വിജയകരമായി മാറിയതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ നയിക്കാൻ ശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള, കാര്യക്ഷമതയുള്ള ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ
2024 234 സീറ്റുകളുമായി അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയ ഇന്ത്യ സഖ്യം തകർച്ചയുടെ പാതയിലാണ് എന്നാണ് ഈ സർവേ റിപ്പോർട്ട് പറയുന്നത്. 234 സീറ്റുമായി പൊക്കോണ്ടിരുന്ന ഇന്ത്യ സഖ്യം നമുക്കറിയാം വലിയ തകർച്ചയിലാണ്. ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ ഒരു തകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ തകർച്ച 2024 234 സീറ്റിൽ നിന്ന് 182 സീറ്റിലേക്ക് കൂപ്പുകുത്തും എന്നാണ് പറയുന്നത്. BJP ആണെങ്കിൽ 352 സീറ്റ് എത്തും. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് 282 സീറ്റ് കിട്ടും. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 272 ആണ്. ആ മാന്ത്രിക അക്കം BJP കടക്കുമെന്ന് പറയുമ്പോൾ 234 സീറ്റ് കിട്ടിയ കോൺഗ്രസ് 182 സീറ്റിലേക്ക് കൂപ്പുകുത്തി. അതായത് പടുകുഴിയിലേക്ക് കോൺഗ്രസ് അതപ്പതിക്കും. കോൺഗ്രസിന്റെ അസ്തമയമാണ് എന്ന തരത്തിലേക്കാണ് സർവേ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ 97 സീറ്റുകൾ പ്രവചിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് ഇത്തവണ 80 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. BJPക്കെതിരായ പ്രചരണം, വോട്ട് ചോരി ഇതൊന്നും ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. കാരണം രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചോരി എവിടെ BJP ജയിച്ചാലും അവിടെ വോട്ട് ചോരി എന്നും കോൺഗ്രസ് ജയിച്ചാൽ അവിടെ ജനാധിപത്യം പൂത്തുലഞ്ഞു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നിലപാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തൊക്കെ വർഗീയത പറഞ്ഞാലും ഫാസിസം എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ തെരുവോരങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ന് കാണപ്പെടുന്ന വികസനത്തിലെല്ലാം 70 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തത് 2014 മുതൽ 2026 വരെ വന്ന NDA സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾ അഭിമാനത്തോടെയാണ് കാണുന്നത്. അവിടെ പാർട്ടി എന്നോ അല്ലെങ്കിൽ വ്യക്തി എന്നോ നോക്കാതെ തന്നെ മോദി എന്ന വ്യക്തിപ്രഭാവമുണ്ട്. മോദി എന്ന വ്യക്തിപ്രഭാവ ബ്രാൻഡിനാണ് അവരൊരു പക്ഷേ വിജയിക്കുന്നത്. മോദിക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് അത് RSSന് കൃത്യമായ അല്ലെങ്കിൽ BJPക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. മോദിക്ക് ശേഷം ആര് എന്നുള്ളത് ഒരുപക്ഷെ വാജ്പേയി, അദ്വാനി, മുരളി മനോഹർ ജോഷിക്കൊക്കെ ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ പാർട്ടിക്കകത്ത്. ഒരുപക്ഷെ ഗുജറാത്ത് കലാപ സമയത്തൊക്കെ ആയിരിക്കും മോദിയുടെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത്. നരഭോജി എന്നൊക്കെ പറഞ്ഞ നരേന്ദ്രമോദിയെ വിളിച്ച പലരെയും നമുക്കറിയാം. പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയെ കുതിപ്പിലേക്കും വികസനത്തിലേക്കും കടത്തിവിടുന്ന അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വില എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വളർന്നു വരുന്ന, ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ 4ാം സ്ഥാനം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ടെങ്കിൽ, ശത്രുവിന് ഇന്ത്യൻ മണ്ണിൽ കാലുറപ്പിക്കാൻ ഭയമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം NDA സർക്കാർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി, കർണാടക, തമിഴ്നാട് ഇവിടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഒരു വല്ലാത്ത സ്വാധീനമുണ്ട്. അതായത് ഈ ബംഗ്ലാദേശികൾക്കൊക്കെ ആധാർ കാർഡും ID കാർഡൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അവിടെ പിന്നെ മമതാ ബാനർജിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അനധികൃതമായ കുടിയേറ്റക്കാരാണ് മുഴുവൻ പശ്ചിമ ബംഗാളിൽ. ഇവരെയൊക്കെ ഇപ്പോൾ SIR വന്നതിന് ശേഷം കുറെ പേരൊക്കെ അവിടെ നിന്ന് പുറത്തായി. ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം പശ്ചിമ ബംഗാൾ എന്നാണ് BJP പറയുന്നത്. ബീഹാറിന് ശേഷം പശ്ചിമ ബംഗാൾ BJP പിടിക്കുമോ? കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും? കർണാടക ആയാലും ആസാം ആയാലും ഒക്കെ BJP വല്ലാതെ കണക്ക് കൂട്ടുന്നത് തന്നെയാണ്. ഈ 2024 44% വോട്ടും 2025 46.7%, ഇപ്പോൾ 2026 47% വോട്ട് വിഹിതവുമാണ് BJPക്ക് കിട്ടുന്നത് എന്നാണ്. അതായത് 2026 തിരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് 47% വോട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ BJP കേന്ദ്രത്തിൽ വരുമ്പോൾ അത് വർഗീയതയാണ്, ഫാസിസമാണ്, ഇവിടെ അക്രമ രാഷ്ട്രീയം നടക്കും, ഹിന്ദുക്കൾക്ക് മാത്രം ജീവിക്കാൻ കഴിയൂ, ഹിന്ദു ഭൂമിയാക്കും, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കും, ബാക്കി എല്ലാവരെയൊക്കെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയെടുത്തവരും ബഹളം വച്ചവരുമൊക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഇവിടെ നിന്ന് എത്ര മുസ്ലിങ്ങളെ, എത്ര മറ്റ് വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇന്ത്യയിൽ കാലാകാലങ്ങളോളം ജീവിക്കുന്നവർ ഇന്ത്യക്കാർ തന്നെയാണ്. അവരെ ആരെയും പുറത്താക്കിയിട്ടില്ല. അനധികൃതമായി ഇന്ത്യയിലേക്ക് വന്നു കയറി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ മാത്രമാണ് സർക്കാരുകൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. എന്തായാലും മോദി അജയനായി തന്നെ തുടരുകയാണ്. മോദിയുടെ പ്രഭാവം, വ്യക്തിപ്രഭാവം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇനിയൊരു തിരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ NDA സർക്കാർ തന്നെയാകും അധികാരത്തിൽ വരുന്നത്.
അതിന് മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ